വാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംയുക്തമായി 50 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആലുവ ഹൈടെക് മാർക്കറ്റ് സമുച്ചയത്തിന് ഉച്ചകഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. ജയ്പൂരിൽ IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. കല, സാമൂഹിക പ്രവർത്തനം, പൊതുകാര്യങ്ങൾ, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, വ്യാപാരം, വ്യവസായം, വൈദ്യം, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, സിവിൽ സർവീസ് എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർക്കാണ് പുരസ്കാരം. 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടെ 139 പത്മ പുരസ്കാരങ്ങളാണ് ഗവൺമെന്റ് ഈ വർഷം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ മാസം 2025 71 പ്രമുഖ വ്യക്തികൾക്ക് രാഷ്ട്രപതി പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഇന്നത്തെ ചടങ്ങിൽ 68 പേർക്കാണ് പത്മ അവാർഡുകൾ നൽകുന്നത്. മുൻ ചീഫ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് കേഹർ, കുമുദിനി രജനീകാന്ത് ലാഖിയ എന്നിവർക്ക് പൊതുകാര്യ കലാമേഖലയിലെ സംഭാവനകൾക്ക് പത്മവിഭൂഷൺ സമ്മാനിക്കും. ജതിൻ ഗോസ്വാമി, കൈലാഷ് നാഥ് ദീക്ഷിത്, സ്വാതി റതംബര എന്നിവർക്ക് പത്മഭൂഷണം നൽകും. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ബിബേക് ഡബ്രോയ്ക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം നൽകുന്നത്. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നവരിൽ മന്ദാകൃഷ്ണ മാഡിക, ഡോക്ടർ നീർജ ബട്ല, സന്ത്രാം ദേശവാൾ, സയ്യിദ് ഐനുൽ ഹസൻ എന്നിവരും ഉൾപ്പെടുന്നു. പുതിയ ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായിക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നലെ അത്താഴ വിരുന്ന് നൽകി. രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ നടത്തിയ വിരുന്നിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, ലോക്സഭാ സ്പീക്കർ ഓം ബിർല, രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും തൃശൂർ, മലപ്പുറം, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം ജില്ലകളിലാണ് അവധി. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും വൻ നാശനഷ്ടമുണ്ടായി. ജില്ലയിൽ ഇന്നും ചുവപ്പ് ജാഗ്രതയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിൽ ഇതുവരെ 144 വീടുകൾ ഭാഗികമായി തകർന്നു. 6 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ 32 മണിക്കൂറിനിടെ 85ലേറെ വീടുകൾക്കാണ് മരം വീണും മറ്റും ഭാഗികമായി കേടുപറ്റിയത്. വിവിധയിടങ്ങളിലുണ്ടായ അപകടങ്ങളിൽ 12 പേർക്ക് പരിക്കുപറ്റി. കാർഷിക വിളകൾക്കും വലിയ തോതിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട്. പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 14 എണ്ണവും തുറന്നു. 3.5 മീറ്ററോളം ഉയരത്തിലാണ് ഷട്ടറുകൾ തുറന്നിട്ടുള്ളത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി പ്രവർത്തിപ്പിക്കാൻ തലശ്ശേരിയിൽ 12 കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഇന്നും അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അങ്കണവാടി ജീവനക്കാർക്ക് അവധി ബാധകമല്ല. കനത്ത കാറ്റിലും മഴയിലും കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ഇന്നലെ മാത്രം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 60 വീടുകൾ ഭാഗികമായി തകർന്നു. ഇതോടെ കാലവർഷക്കെടുതിയിൽ ഒരാഴ്ചയ്ക്കിടെ ജില്ലയിൽ 120ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കോഴിക്കോട് താലൂക്കിൽ 21ഉം വടകര 24ഉം കൊയിലാണ്ടി 7ഉം താമരശ്ശേരി 8ഉം വീടുകൾ ഭാഗികമായി തകർന്നു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റി. കോഴിക്കോട് താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പും വടകര താലൂക്കിൽ 1 ക്യാമ്പും തുറന്നു. ആകെ 24 കുടുംബങ്ങളിൽ 88 പേരാണ് ജില്ലയിലെ 3 ക്യാമ്പുകളിലായി കഴിയുന്നത്. വടകര താലൂക്കിലെ വിലങ്ങാട് വില്ലേജ് പരിധിയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചീടിയിലെ 18 കുടുംബങ്ങളിലെ 58 പേരെ വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ 5.8 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. ജില്ലയിൽ 108 ഹെക്ടർ കൃഷിയും നശിച്ചു. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചതിനാൽ 23 നൈപുണി വികസന കേന്ദ്രങ്ങളിലെ പ്രവേശനത്തിന് ഇന്ന് നടത്താനിരുന്ന ഇന്റർവ്യൂ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് സമഗ്ര ശിക്ഷ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൾ ഹക്കീം അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായും 50 വീടുകൾ ഭാഗികമായും തകർന്നു. അടിയന്തര ഘട്ടത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ജില്ലയിൽ 360 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി ലൈനുകൾക്കും പോസ്റ്റുകൾക്കും ട്രാൻസ്ഫോമറുകൾക്കും തകരാറുകൾ സംഭവിച്ചതായി KSEB അറിയിച്ചു.
കനത്ത മഴയിൽ ആലപ്പുഴ ജില്ലയിൽ 141 വീടുകൾ ഭാഗികമായും 12 വീടുകൾ പൂർണ്ണമായും തകർന്നു. വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായ അപകടങ്ങളിൽ 2 പേർ മരിച്ചു. ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി ജില്ലയിലും കനത്ത മഴ തുടരുകയാണ്. ഇടുക്കി ഉടുമ്പൻചോല താലൂക്കുകളിൽ ശക്തമായ കാറ്റടിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ ഒട്ടേറെ നാശനഷ്ടങ്ങളുണ്ടായി. പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായി. അപകടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. കൊച്ചിയിൽ മുങ്ങിയ കപ്പലിൽ നിന്നും കൊല്ലം ജില്ലയുടെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിലേക്ക് മാറ്റും. കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഇല്ലെന്ന് കസ്റ്റംസ് സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. കൊല്ലം ജില്ലയുടെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഇല്ലെന്ന് കസ്റ്റംസ് സ്ഥിരീകരിച്ചു. കണ്ടെയ്നറുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കോഡ് നമ്പർ മുഖേനയാണ് ഉള്ളിലുള്ളത് ഏതുതരം സാധനങ്ങളാണെന്ന് തിരിച്ചറിയുന്നത്. 32 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്ത് അടിഞ്ഞത്. പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രീൻ ടീ, പേപ്പർ ക്രാഫ്റ്റ് തുടങ്ങിയ സാമഗ്രികൾ കൊല്ലത്തെത്തിയ കണ്ടെയ്നറുകളിൽ ഉള്ളതായി തിരിച്ചറിഞ്ഞു. കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് റെസ്ക്യൂ ടീമുകളാണ് നേതൃത്വം നൽകുക. അപകടകരമായ സാഹചര്യമുണ്ടായാൽ ഇടപെടാൻ NDRF ടീമും സജ്ജമാണ്. കരയിലേക്ക് മാറ്റുന്ന കണ്ടെയ്നറുകൾ കസ്റ്റംസ് കണ്ടുകെട്ടി കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. തിരുവനന്തപുരത്ത് മരക്കം പൊടിഞ്ഞു വീണ് പരിക്കേറ്റ പരവൂർ സ്വദേശി സുനിലിന് സൌജന്യ ചികിത്സ ഉറപ്പാക്കാൻ മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. ഓപ്പറേഷനും ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും സൌജന്യമായി നൽകാനും നിർദ്ദേശം നൽകി. കോഴിക്കോട് ജില്ലയിൽ മലയോര ഹൈവേയുടെ പ്രവൃത്തി നടക്കുന്ന തലയാട് 28 മൈൽ റോഡിൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ശക്തമായ മഴയിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്നാണിത്. സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ പുതിയ അധ്യയന വർഷം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകളിൽ ക്ലാസുകൾ ആരംഭിക്കേണ്ടതില്ലെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശിച്ചു. കലക്ടറുടെ ചേംബറിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മെയ് 31-ന് യുവജനങ്ങളുമായി കോഴിക്കോട്ട് നടത്താനിരുന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി മാറ്റിവച്ചു. കാലവർഷ മുന്നറിയിപ്പുകൾ തുടരുന്ന പശ്ചാത്തലത്തിലാണിത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്ന ആകാശവാണി പരമ്പരയിൽ ഇന്ന് 1962-ലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച പരംവീര ചക്ര മേജർ ഷെയ്താൻ സിംഗിനെ അനുസ്മരിക്കുന്നു. റിപ്പോർട്ട്. 1924 ഡിസംബർ 1-ന് രാജസ്ഥാനിലെ ജോധ്പൂരിൽ ജനിച്ച മേജർ ഷെയ്താൻ സിംഗ് 1949-ലാണ് കുമയോൺ റെജിമെന്റിൽ ചേർന്നത്. 1962-ലെ ഇന്ത്യ ചൈന യുദ്ധകാലത്ത് അദ്ദേഹം കുമയോൺ റെജിമെന്റിന്റെ സി കമ്പനിയെയാണ് നയിച്ചത്. തന്ത്രപ്രധാന മേഖലയായ 5000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റസാങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെയും സംഘത്തിന്റെയും സേവനം. 5 പ്ലാറ്റൂണുകളുടെ പ്രതിരോധത്തിൽ നവംബർ 18-ന് പുലർച്ചെ ചൈനീസ് സൈന്യത്തിന്റെ ആക്രമണത്തിന് സി കമ്പനി വിധേയമായി. ശത്രു സൈന്യം പർവ്വതനിരകളിലേക്ക് നീങ്ങിയപ്പോൾ ഇന്ത്യൻ സൈന്യം വീരോചിതമായ വെടിവയ്പ് നടത്തി. കനത്ത മഞ്ഞുവീഴ്ചയായതിനാൽ തണുത്തുറഞ്ഞ സാഹചര്യമായിരുന്നു അപ്പോൾ. 7, 8, 9 പ്ലാറ്റൂണുകൾ സമാനതകളില്ലാത്ത ധൈര്യത്തോടെ പോരാടി. ശത്രു സൈന്യത്തിന്റെ നിരന്തരമായ ആക്രമണത്തിന് വിധേയമായിട്ടും മേജർ ഷെയ്താൻ സിംഗിന്റെ നേതൃത്വത്തിലെ പടയാളികൾ പിൻവാങ്ങാൻ വിസമ്മതിച്ചു. കമ്പനി കമാൻഡറായ മേജർ ഷെയ്താൻ സിംഗ് റസാങ്ങിലെ യുദ്ധത്തിൽ മാതൃകാപരമായ നേതൃത്വവും ധൈര്യവും പ്രകടിപ്പിച്ച് സൈന്യത്തെ പ്രശംസനീയമായ രീതിയിൽ നയിച്ചു. അപ്പോഴും ചൈനീസ് സൈന്യം വെടിയുതിർത്തുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. സഹപ്രവർത്തകരോട് തന്നെയുടെ ഉപേക്ഷിക്കാനും അദ്ദേഹം പ്രേരിപ്പിച്ചു. വീരോചിതമായി പൊരുതുന്നതിനിടയിൽ 1962 നവംബർ 18-ന് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. മേജർ ഷെയ്താൻ സിംഗിന്റെ കർത്തവ്യ സമർപ്പണത്തിന് മരണാനന്തരം രാജ്യം പരംവീര ചക്രം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മേജർ ഷെയ്താൻ സിംഗിനെ രാജ്യം അഭിവാദ്യം ചെയ്യുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംയുക്തമായ 50 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആലുവ ഹൈടെക് മാർക്കറ്റ് സമുച്ചയത്തിന് ഇന്ന് ഉച്ചകഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. 4 നിലകളിലായി 1,80,000-ലധികം ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന മാർക്കറ്റിൽ റെസ്റ്റോറന്റും സൂപ്പർ മാർക്കറ്റുമടക്കം 88 ഷോപ്പുകളുണ്ടാകും. ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, പി രാജീവ് തുടങ്ങിയവർ പങ്കെടുക്കും. ജയ്പൂരിൽ IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ക്വാളിഫയർ യോഗ്യത നേടി. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30-ന് ലക്നൌവിലാണ് മത്സരം. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ദക്ഷിണ കൊറിയയിലെ ഗുമിയിൽ തുടക്കമാകും. 60 താരങ്ങൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംയുക്തമായി 50 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആലുവ ഹൈടെക് മാർക്കറ്റ് സമുച്ചയത്തിന് ഉച്ചകഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. ജയ്പൂരിൽ IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ